സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. പ്രതികളെ കോടതികൾ കുറ്റവിമുക്തരാക്കിയാൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരും ഒപ്പം അഭിഭാഷകരും കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനായി പ്രത്യേക ഏജൻസിയെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവളത്തെ ചൊല്ലി നിയമസഭയിൽ VS ഉമ്മൻചാണ്ടി വാക്പോര്. നിലം നികത്താൻ ഉത്തരവിട്ടിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ. ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് ഉമ്മൻചാണ്ടി. ആറന്മുള പദ്ധതിയുമായി ബന്ധപ്പെട്ട 17 സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് LDF സർക്കാരെന്നും മുഖ്യമന്ത്രി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് VS പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണെന്ന് പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് VSന്റെ മറുപടി. റിപ്പോർട്ടിൽ തനിക്ക് തെറ്റിദ്ധാരണയില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുത് എന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും VS. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് ധനമന്ത്രി. ഭക്ഷ്യസാധനങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നിയമസഭാ കവാടത്തിലെ പ്രതിപക്ഷ MLA-മാരുടെ സമരത്തിനെതിരെ സ്പീക്കറുടെ റൂളിംഗ്. KSRTCക്ക് 40 കോടിയുടെ അടിയന്തര വായ്പ നൽകാൻ മന്ത്രിസഭ തീരുമാനം. കോളേജുകൾക്ക് സ്വയംഭരണം നൽകുന്നതിനെതിരെ SFI നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജും ഗ്രനേഡ് പ്രയോഗവും. സമരക്കാർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. ദേശീയ സ്കൂൾ മീറ്റിൽ കേരളം സ്വർണ്ണ കുതിപ്പ് തുടങ്ങി. ആദ്യ ദിനത്തിൽ കേരളം വാരിക്കൂട്ടിയത് 4 സ്വർണം. NP സംഗീതയ്ക്ക് ഹൈജമ്പിൽ ദേശീയ റെക്കോർഡ്. മീറ്റിലെ ആദ്യ സ്വർണം കേരളത്തിന്റെ KR ആതിരയ്ക്ക്. 3000 മീറ്ററിൽ PU ചിത്രയ്ക്ക് സ്വർണം. പ്രതികളെ കോടതികൾ കുറ്റവിമുക്തരാക്കിയാൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും കുടുങ്ങും. ഗൗരവമേറിയ കേസുകളിൽ കുറ്റാരോപിതരെ മേൽക്കോടതികൾ വെറുതെ വിടുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ അഭിഭാഷകരുടെയും ഉത്തരവാദിത്വം പരിശോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച നടപടികൾ പരിശോധിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര വകുപ്പുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസുമാരായ GK പ്രസാദും JS ഖേഗറുമാണ് നിർണായകമായ ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണം. മനഃപൂർവ്വമായ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ വരുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വ്യവസ്ഥ വേണം. ഇത്തരത്തിലുള്ള കുറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വമായ വീഴ്ചകളുടെ ഗൗരവമനുസരിച്ച് വകുപ്പ് നല്ല നടപടികൾ ഉണ്ടാകണം. ഇത്തരം ഉദ്യോഗസ്ഥരെ അന്വേഷണ ചുമതലകളിൽ നിന്ന് താത്കാലികമായോ സ്ഥിരമായോ ഒഴിവാക്കാനും നടപടികൾ വേണം. അന്വേഷണത്തിലോ കോടതി നടപടികളിലോ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്ന കേസുകളിൽ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളുന്നുവെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പുകൾ കണ്ടെത്തണമെന്നും വിധി ചൂണ്ടിക്കാണിക്കുന്നു. അഴിമതി കേസുകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും മുതൽ ക്രിമിനൽ കേസുകളിൽ വരെ സ്വാധീന ശക്തിയുള്ള കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാർ അഭിഭാഷകരും അടങ്ങുന്ന സംഘം സഹായിക്കുന്നു എന്നുള്ളത് പഴക്കമേറിയ പരാതിയാണ്. 14,000 കോടി രൂപയുടെ കോർപ്പറേറ്റ് അഴിമതി കേസിൽ പ്രതിയായ സത്യം ശൃംഖലയുടെ സ്ഥാപകൻ B. രാമലിംഗ രാജുവിനെതിരായ കേസ് CBIയും എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള യുദ്ധത്തിൽപ്പെട്ട് 5 വർഷത്തിന് ശേഷവും വിചാരണ ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇതിലെ എല്ലാ പ്രതികളും 2 വർഷമായി ജാമ്യത്തിലാണ്. അതേസമയം വർഷങ്ങളോളം വിചാരണ പോലുമില്ലാതെ ജയിലിലടച്ചവരെ യാതൊരു തെളിവും ഹാജരാക്കാനാവാതെ വെറുതെ വിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഈ 2 തരത്തിലുള്ള കേസുകളിലും പുതിയ വിധി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും കൂടുതൽ ഉത്തരവാദിത്തം സൃഷ്ടിക്കും. മീഡിയ 1 ഡൽഹി. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കെടുക്കുന്നു. ഇതിൽ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു, ഒപ്പം റിട്ടയർഡ് DIG കുഞ്ഞുമൊയ്തീൻകുട്ടി എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ PS സഞ്ജയനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ പുതിയ കാൽവെപ്പ്, സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം, അത് എത്രമാത്രം ഫലം ചെയ്യും? നിലവിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ശിക്ഷ കുറഞ്ഞു പോയാൽ, ശിക്ഷിക്കപ്പെടാതിരുന്നാൽ മേൽക്കോടതിയെ സമീപിക്കാം. ആ ഘട്ടങ്ങളിലൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ ഇതിന്റെ പരിധിയിൽ വരികയില്ല, അല്ലെങ്കിൽ അവരുടെ വീഴ്ച എവിടെയും ചോദ്യം ചെയ്യപ്പെടുകയുമില്ല. പക്ഷേ ഇവിടെ മറ്റൊന്നാണ് സംഭവിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് നമ്മുടെ ക്രിമിനൽ കേസുകളെ സ്വാധീനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്? ഇതിലെ ഉണ്ടാക്കാൻ പോകുന്ന ഗുണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഒരു സാധ്യതകൾ, ഈ പ്രകാരം ഒരു വിധി പുറപ്പെടുവിക്കാനിടയായ സാഹചര്യം നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ന് ഈ കേസിന് ആസ്പദമായ വിധി ഉണ്ടായത് അഹമ്മദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കേസിലാണ്. അഹമ്മദാബാദിലെ ഒരു കാമാന്ധനായ ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം ആ പെൺകുട്ടിയെ വധിക്കുന്നു. വധിച്ച ശേഷം പെൺകുട്ടിയുടെ കാലിൻ്റെ പാദം മുറിച്ചു മാറ്റി സ്വർണ്ണ ആംഗ്ലറ്റ്, ഈ പാദസരം മോഷണം നടത്തുകയും ചെയ്തു. ഗുജറാത്തിലെ കോടതിയിൽ, പ്രത്യേക കോടതിയിൽ വിചാരണ നടന്നു. അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു.
വധശിക്ഷയ്ക്കെതിരെ അയാൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു. ആ അപ്പീലിൽ അയാൾ കുറ്റവിമുക്തനായിട്ട് കോടതി പ്രഖ്യാപിക്കുന്നു. കുറ്റവിമുക്തനായിട്ട് കോടതി പ്രഖ്യാപിച്ച നടപടിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് വാദം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വാദം നടന്നതിന്മേലാണ് ഇന്ന് ഈ രണ്ടുപേരടങ്ങിയ ഡിവിഷൻ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ബെഞ്ച് പറയുന്നത് പര്യാപ്തമായ തെളിവുകൾ യാതൊന്നും തന്നെ ഇയാളുടെ കുറ്റവാളി എന്ന് കണ്ടെത്താനുള്ളതിലില്ല. അങ്ങനെ കുറ്റവാളി എന്ന് കണ്ടെത്താൻ ആവശ്യമായ തെളിവുകൾ ഇല്ലാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണം അന്വേഷണത്തിൽ നടന്നിട്ടുള്ള പാളിച്ചകളാണ്. അന്വേഷണത്തിൽ നടന്ന പാളിച്ചകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വേണ്ടത്ര ഗൗരവമേറി ശേഖരിക്കപ്പെടാതെ പോവുകയും ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചതിന് ഒരു ശിക്ഷയിലേക്ക് എത്താൻ പര്യാപ്തമല്ലാതാകുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് കോടതി ഇപ്രകാരം ഒരു നിരീക്ഷണം നടത്താനിടയായത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നീതി സംഹിതയുടെ അടിസ്ഥാന തത്വം തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ്. ഇവിടെ കോടതി കുറച്ചുകൂടെ മുന്നോട്ട് കടത്തി പറയുകയാണ് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ, പക്ഷേ യഥാർത്ഥത്തിൽ കുറ്റവാളികളാകുന്ന ആളുകൾ നിർബന്ധമായിട്ട് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് പര്യാപ്തമല്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? പര്യാപ്തമല്ലാത്ത സാഹചര്യങ്ങൾ അന്വേഷണത്തിലെ മികവില്ലായ്മയാണ്, അന്വേഷണത്തിലെ കുറവുകളാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് ബോധ്യമാകും. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിയമപ്രകാരം പാലിക്കപ്പെടേണ്ട ചില തത്വസംഹിതകളുണ്ട്. ഉദാഹരണത്തിന് മയക്കുമരുന്ന് നിയമം എടുക്കുക. മയക്കുമരുന്ന് നിയമത്തിലെ 50-ാം വകുപ്പ് അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ്, അത് പാലിച്ചിരിക്കണം. ചില ഉദ്യോഗസ്ഥന്മാർ അത് പാലിക്കാറില്ല. പക്ഷെ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണയിൽ സമർത്ഥരായിട്ടുള്ള അഭിഭാഷകർ കോടതിയുടെ മുമ്പാകെ അത് ചൂണ്ടിക്കാണിക്കുകയും ആ ഒരു കുറവിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുപോകും. അതുപോലെ തന്നെ 27-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റസമ്മതമൊഴി, അത് കുറ്റസമ്മതമൊഴി എടുക്കുന്നത് തന്നെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ജോയിന്റ് കൺഫെഷൻ എന്ന നിലയ്ക്ക് അത് സമർപ്പിച്ചു. അതിന്റെ പേരിൽ മാത്രം KSEBക്ക് വളരെയധികം നഷ്ടമുണ്ടാകുന്ന വളരെ പ്രമാദമായ കേസിൽ വിട്ടുപോയ സംഭവം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഉദയഭാനു, തിരിച്ചു വരാം താങ്കളിലേക്ക്. അത്തരം വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി, പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആദ്യം ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമുണ്ടാകുന്നത്. ഏറ്റവും ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ആ കേസിന്റെ അവസാനം വരെ നിലനിൽക്കുന്നു. കോടതിയിൽ ഈ കേസ് ശരിയാം വിധം തെളിയിക്കപ്പെടാതെ പോകുന്നു. അവിടെ പോലീസാണ് ആദ്യം പ്രതിക്കൂട്ടിലാവുക. ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി കേൾക്കുന്നുണ്ടോ? ആദ്യ ഭാഗം ഞാൻ കേട്ടു. കുറച്ച് ഭാഗം ഏതായാലും പോലീസാണ് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് പ്രഥമമായിട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് തന്നെയാണ് ഇടപെടുന്നത് എന്ന് അവിടം വരെ കേട്ടു. ബാക്കിയുള്ള ചോദ്യം ഞാൻ കേട്ടു. അതെ, അതുകൊണ്ട് തന്നെ പോലീസാണ് പലപ്പോഴും ഇതിൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുന്നത്, ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമാവുക. ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി, സാങ്കേതിക തടസ്സങ്ങൾ താങ്കളുടെ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ പി എസ് സഞ്ജയ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സഞ്ജയ്, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന വീഴ്ചകൾ ഒരു ഭാഗത്ത്, മറിച്ച് നമ്മുടെ ഫോറൻസിക് വിഭാഗത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള മോർച്ചറി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അവർ സ്വാധീനത്തിന് വിധേയരാകുന്ന അവസ്ഥ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഫോർമോസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക, ക്രൈംസ് അഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി ലൈക്ക് അസോൾട്ട്, റേപ്പ്, മർഡർ, അത്തരം കേസുകളിൽ കോടതികളും പോലീസ് ഡോക്ടേഴ്സിനെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരം ലീഗൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനായിട്ട് ട്രെയിനിങ് ഉള്ള ഡോക്ടേഴ്സാണ് ഫോറൻസിക് മെഡിസിൻ ഡോക്ടേഴ്സ്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അത്ര അട്രാക്റ്റീവ് അല്ല. അപ്പോൾ ഒരു പരിധി വരെ ആരും തന്നെ ഈ ഒരു സ്പെഷ്യാലിറ്റിക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫോറൻസിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ അറ്റ് ദ മൊമെന്റ് അവൈലബിൾ അല്ല. ആകെക്കൂടെ ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലുള്ള ഡോക്ടേഴ്സിന്റെ സേവനമാണ് പോലീസ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പിന്നെ താലൂക്ക് ആശുപത്രികൾ, അത്തരം ഹോസ്പിറ്റൽസിലുള്ള മറ്റ് സ്പെഷ്യലിസ്റ്റ് MBBS ഡോക്ടേഴ്സ്, അവരുടെ സേവനം അസോൾട്ട് കേസുകളൊക്കെ വോണ്ട് സർട്ടിഫിക്കേഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട്
അതുമൂലം വരുന്ന പ്രോബ്ലംസ് എന്തായാലും ഉണ്ട്. പിന്നെ ആസ് യു സെഡ് മോർച്ചറീസ് അവരുടെ കണ്ടീഷനൊക്കെ എന്ന് വെച്ചാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഫോറൻസിക് മെഡിസിൻ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ വർക്ക് ചെയ്യുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. നാച്ചുറലി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെ അണ്ടർ ഫണ്ടഡ് ആണ്. ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്താ പറയാ സേവനം എടുക്കുന്നെങ്കിലും നമ്മളെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മോർച്ചറീസ് ഒക്കെ വളരെ അണ്ടർ സ്റ്റാഫ്ഡ് ആണ്. ഇപ്പൊ ലൈക്ക് ഒരു ഗൺ ഷോട്ട് ഇഞ്ചറി വരികയാണെങ്കിൽ ബോഡി ഒന്ന് എക്സ്റേ എടുക്കാനോ അപ്പൊ അത്തരം സേവനങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടാറില്ല. ഡോക്ടർ സഞ്ജയ്, നമുക്ക് മോർച്ചറികൾ തന്നെ ഉണ്ടോ എന്ന് ചിലർ ഈ രംഗത്തുള്ളവർ ചോദിക്കാറുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മോർച്ചറികളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലത്തെ അവസ്ഥ എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കേരളത്തില് മെഡിക്കൽ കോളേജസിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെ മോർച്ചറീസ് ഒരു റീസണബിളി ഓക്കെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഹെൽത്ത് സർവീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് സർവീസിൽ മോർച്ചറീസ് മിക്കുള്ള സ്ഥലത്ത് വളരെ പരിതാപകരമാണ്. ഒരു ട്രെയിനിങ് ഇല്ലാത്ത ഡോക്ടേഴ്സ് ആണ് അത് ചെയ്യുന്നത്. പലപ്പോഴും അറ്റൻഡേഴ്സ് ആണ് ബോഡീസ് തുറക്കുന്നത്. ഡോക്ടേഴ്സ് ദൂരെ മാറി നിൽക്കുകയും എന്നുവെച്ചാൽ അറ്റൻഡേഴ്സ് നിങ്ങൾക്ക് അറിയാം 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആൾക്കാരാണ് പലപ്പോഴും ബോഡി തുറക്കുന്നത്. എത്രത്തോളം അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ കണ്ടറിയണം. ഡോക്ടർ പി. സഞ്ജയ് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരു ഫോറൻസിക് വിദഗ്ധന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും ഈ പ്രശ്നങ്ങളിൽ ആരോപണ വിധേയരാകുന്ന പല കേസുകളിലും ആരോപണ വിധേയരായിട്ടുള്ളവരും അവരാണ്. കേരളത്തിൽ പല കേസുകളും ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതിൽ നമ്മൾക്ക് അറിയാം. മാത്രമല്ല അവർ തന്നെ പറയുന്നത് പലരും നോക്കി നിൽക്കെ പോസ്റ്റ്മോർട്ടം പോലും നടത്തേണ്ടി വരുന്ന അവസ്ഥ, ജനാലയിലൂടെ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വരെ ഉള്ള കേരളത്തിലെ മോർച്ചറികളുണ്ട് എന്നും അവർ പറയാറുണ്ട്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലുള്ള സ്വാധീനം. ക്രിമിനലുകൾ എപ്പോഴും ഒരു വലിയ കൂട്ടമായി അല്ലെങ്കിൽ ഒരു മാഫിയ സംഘമായി ഇവരെ സ്വാധീനിക്കാനും വരുന്നു. സ്വാഭാവികമായും ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ ഈ സ്വാധീനത്തിൻ്റെ വലയിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നിലവിൽ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഒപ്പം ഇത്തരം വ്യക്തികളിലെ ചില പ്രവണതകൾ, ഇത് രണ്ടും ചേർത്ത് വെക്കേണ്ടതില്ലേ? ഈ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എൻ്റെ കൈവശമില്ലെങ്കിൽ തന്നെയും ഈ ഫോറൻസിക് വിദഗ്ധന്മാരുടെ സഹായം വേണ്ടത്ര രീതിയിൽ കിട്ടാതെ പോയി എന്നൊരു കാരണം കൊണ്ട് കേസുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വളരെ കുറവാണ്. സൗമ്യവധവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൽ ചില ആരോപണങ്ങൾ വന്നു എന്നുള്ള കാര്യം വസ്തുതാപരമായ സത്യം തന്നെയാണ്. അത് പിന്നീട് കോടതി ശരിവയ്ക്കുകയും ചെയ്തു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റത്തിൽ ഈ പോലീസ് നമ്മൾ കേരള പോലീസ് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെങ്കിലും മറ്റു ചില ഏജൻസിയുമായിട്ട് താരതമ്യപ്പെടുത്തും. ഉദാഹരണത്തിന് CBI, സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NIA, ഈ NIA-യിലും അതുപോലെ തന്നെ CBI-യിലും ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കുശാഗ്ര ബുദ്ധിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരള പോലീസ് വളരെ മികവുറ്റതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉത്തരവാദിത്തങ്ങൾ അവർക്ക് പലപ്പോഴും വന്നുകൂടാറുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ എസ്കോർട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വന്നു. അതായത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാത്രമായിട്ട് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റി അത് നിർത്തിയാൽ ഇൻവെസ്റ്റിഗേഷൻ ഫലപ്രദമാകുകയുള്ളൂ. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ നമ്മുടെ നഗരത്തിലാവട്ടെ ഗ്രാമത്തിലാവട്ടെ, ഏതൊരു പോലീസ് സ്റ്റേഷനിലും അന്വേഷണ ചുമതല വരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയുള്ള അതേ ഉദ്യോഗസ്ഥന് തന്നെയാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ ഡ്യൂട്ടി, പെറ്റീഷൻ അന്വേഷിക്കാനുള്ള ഡ്യൂട്ടി, ആ സമീപ പ്രദേശത്തൂടെ മന്ത്രി കടന്നു പോയി കഴിഞ്ഞാൽ അതിന് എസ്കോർട്ട് പോകേണ്ട ഡ്യൂട്ടി, അങ്ങനെ നിരവധി തരത്തിലുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒരേ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ തന്നെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും അന്വേഷണത്തിന് ഫലപ്രദമായി സമയം കണ്ടെത്താൻ ആ ഉദ്യോഗസ്ഥന് കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു വസ്തുത നാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ കോടതിയുടെ ഈ നടപടികളെ നമ്മൾ വിലയിരുത്തേണ്ടത്. ശ്രീ കുഞ്ഞുമൊയ്തീൻ കുട്ടി, ആ നിലയ്ക്ക് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസ് അന്വേഷണത്തിന് അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളുടെ അന്വേഷണത്തിന് മാത്രമായി ഒരു വിങ് എന്ന ആവശ്യം ഉയരാറുണ്ട്. ലോ ആൻഡ് ഓർഡറിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കുക, കുറ്റാന്വേഷണത്തിന് പ്രത്യേക വിഭാഗം ഉണ്ടാക്കുക, അതാണോ ഇതിൻ്റെ ഒരു പരിഹാരം? അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? മറിച്ച് കേസ് അന്വേഷണത്തിനുള്ള കുശാഗ്രബുദ്ധിയില്ലായ്മ, സമയക്കുറവ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ, അടുത്തതാണ് പിന്നെ സ്വാധീന വലയത്തിൽ പെടാനുള്ള സാധ്യതയും. ശ്രീ കുഞ്ഞുമൊയ്തീൻ കുട്ടി, വീണ്ടും താങ്കളുടെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. പലവട്ടം താങ്കളോട് ചോദ്യം ചോദിക്കുമ്പോഴും താങ്കളിലേക്ക് എത്താൻ കഴിയുന്നില്ല. നിർഭാഗ്യവശാൽ
താങ്കളെ ഞാൻ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി, കുഞ്ഞുമോയിൻകുട്ടി കേൾക്കാമെന്ന് തോന്നുന്നു. ലാസ്റ്റ് പോർഷൻ ഇപ്പം കേൾക്കാം. ഇപ്പം ഇല്ല. യെസ്, തുടരാം. യെസ്, അഡ്വക്കേറ്റ് ഉദയഭാനു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറ്റാന്വേഷണത്തിന് പ്രത്യേക വിഭാഗം ഇല്ലാത്തതാണ് പ്രശ്നമെന്നാണ് ഒരു പ്രശ്നമായി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, പ്രമാദമായ ചില കേസുകൾ, പ്രത്യേകിച്ച് നമുക്ക് അനുഭവപ്പെടുന്നത് ഉന്നത സ്വാധീനമുള്ള കേസുകളാണ് പലപ്പോഴും ഇങ്ങനെ വഴിയാധാരമായി പോകുന്ന അവസ്ഥയുണ്ടാകുന്നത് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, നമ്മുടെ സിസ്റ്റത്തിൽ പൊതുവെയുള്ള മെയിൽ ഷോവനിസം, സ്ത്രീപീഡന കേസുകളിലും ബലാത്സംഗ കേസുകളിലും ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിന് കാരണമാവുന്ന അനുഭവവും നമുക്കുണ്ടായിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സ്വാധീനമുള്ള കേസിനെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പരിധിവരെയൊക്കെ സത്യങ്ങളുണ്ട്. പക്ഷേ കളക്ട് ചെയ്യപ്പെടുന്ന തെളിവുകൾ കോടതിയിലെത്തുകയും ആ കോടതിയിലെത്തുമ്പോൾ അത് മോണിറ്റർ ചെയ്യാനുള്ള മറ്റൊരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒട്ടേറെ പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, കേസിന്റെ ചുമതലയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രം അല്ല ഇതിന്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കാനായിട്ട് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നടത്തിയ പ്രോസിക്യൂട്ടറേ ഉണ്ട്. അപ്പോൾ ഈ വേണ്ടത്ര മെറ്റീരിയൽസ് കോടതിയുടെ മുമ്പാകെ കളക്ട് ചെയ്ത് അതൊരു കേസിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ എന്ന നിലയ്ക്ക് സമർപ്പിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാലും, അതോടൊപ്പം തന്നെ അത് എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്ത് ഒരു നല്ല കേസായിട്ട് കോടതി മുമ്പ് അവതരിപ്പിക്കാനായിട്ട് പ്രോസിക്യൂട്ടർക്ക് കഴിയാതെ പോയി കഴിഞ്ഞാലും സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി പ്രകാരം പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരേ തരത്തിൽ ഈ നടപടി നേരിടേണ്ട അവസ്ഥ വരികയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളോ മറ്റ് കേസുകളോ നമുക്ക് പുറമേക്ക് വളരെ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിച്ചു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ ഒരു സംവിധാനമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് എടുത്തു നോക്കുക. ക്രൈംബ്രാഞ്ചിലെ ഒരു ജില്ലാ ഘടകത്തിൽ നടത്തുന്ന അന്വേഷണം അത് മോണിറ്റർ ചെയ്യുന്ന സംസ്ഥാനത്തിലെ ഒരു വലിയൊരു സംവിധാനമുണ്ട്. ഇവിടെ ജില്ലാ ഘടകം തയ്യാറാക്കുന്ന കുറ്റപത്രം സംസ്ഥാനത്തെ ഒരു പ്രോസിക്യൂട്ടിംഗ് ഓഫീസേഴ്സ് വളരെയധികം മെറ്റിക്കുലസ് ആയിട്ട് പരിശോധിച്ച് അത് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൺവിക്ഷനിൽ എത്തുമോ, അല്ലെങ്കിൽ പര്യാപ്തമായ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ, ശേഖരിക്കപ്പെട്ട തെളിവുകൾ ഒരു കുറ്റവാളിക്ക് കുറ്റകൃത്യം പൂർണ്ണമായിട്ട് കോടതി മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് പര്യാപ്തമാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കും. കുറേ നേരമായി ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി കാത്തിരിക്കുന്നു. ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി, താങ്കളുടെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതിൽ പലപ്പോഴും അന്വേഷണ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന് വരുമ്പോൾ ആ വിഭാഗത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നിശ്ചയം. പറയൂ, കേൾക്കാം. ഇപ്പോൾ ലാസ്റ്റ് പോർഷൻ കേൾക്കുന്നില്ല എന്നുള്ളത് ആദ്യം ചോദിച്ചെന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായി. നിശ്ചയമായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യം, പുതിയ വിധി കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ ചുമതലാബോധവും ഉത്തരവാദിത്വ ബോധത്തിലും അവർ പെരുമാറാനായിട്ട് അവർ നിർബന്ധിതരായിരിക്കുകയാണ്. കേസ് അന്വേഷിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല കേരള പോലീസിലുള്ളത്. കേസ് അന്വേഷിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് കോടതിയിലെത്തുമ്പോൾ വിടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ എവിടെയെല്ലാം ചെയ്യണമെന്നറിയാവുന്ന ഒരു പോലീസിലുണ്ട്. കേസുകൾ എഴുതി തള്ളാനും ശിക്ഷിക്കാതിരിക്കാനും കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നമ്മുടെ കേരള പോലീസിലുള്ളത്. ആത്മാർത്ഥതയോടുകൂടി ഒരു കേസ് അന്വേഷിച്ച് അത് ശിക്ഷയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് കേരള ഹൈക്കോടതിയിൽ നിന്നൊരു ഡയറക്ഷൻ നേരത്തെ വന്നിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്ന കേസ് ഫൈനലായിട്ട് ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് APPയുടെ അപ്രൂവൽ മേടിക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ടായിരുന്നു. അത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റ് മുഖാന്തരം, ഒരു ഡയറക്ഷൻ മുഖാന്തരം APPയും ഇൻവെസ്റ്റിഗേഷനും രണ്ട് വിഭാഗമാണ്. അതുകൊണ്ട് പോലീസ് സ്വതന്ത്രമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് കൊടുത്താൽ മതി, APPക്ക് അതിനകത്ത് റോള് പാടില്ല എന്നുള്ളൊരു ഡയറക്ഷൻ വന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമീപനത്തിന് അല്ലെങ്കിൽ ചുമതലാബോധം സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് ഇപ്പോഴത്തെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി. ഡോക്ടർ സഞ്ജയ്, അങ്ങനെ വരുമ്പോൾ അന്വേഷണ
ഏജൻസികൾക്ക് അന്വേഷണത്തിൽ ഇടപെടുന്ന ആർക്കും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പോകേണ്ടി വരുന്നു എന്ന അവസ്ഥ വളരെ ക്രിയാത്മകമായ വളരെ പോസിറ്റീവായ ഒരു സംഗതിയായി തന്നെയാണ് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സാക്ഷ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹവും അനുഭവിക്കുന്നത്. കാരണം സ്വാധീനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് പല തെളിവുകളെയും ഡൈല്യൂട്ട് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ പലർക്കും കഴിയുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം. യെസ്, ആസ് എ ഡോക്ടർ എനിക്ക് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും പല കേസുകളിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ താമസം വരികയും സ്റ്റേറ്റ്മെന്റ് എടുക്കാതിരിക്കുകയും കോടതി ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് രത്ന ചുരുക്കം തന്നെ മാറിപ്പോകുന്ന സാഹചര്യം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും എന്റെ ഒരു കൺസിസ്റ്റന്റ് എക്സ്പീരിയൻസ്, മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എസ്പെഷ്യലി സീരിയസ് ക്രൈംസ് ലൈക്ക് മർഡർ, റേപ്പ്, അത്തരം കാര്യങ്ങളിൽ സിൻസിയർ ആയിട്ട് അന്വേഷണം നടത്തിയതായിട്ട് തന്നെയാണ് എന്റെ പേഴ്സണൽ അനുഭവം. മറ്റതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, ഒരു ഡോക്ടറിന്റെ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ സീരിയസ് ക്രൈംസ് അഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി ലൈക്ക് മർഡർ, റേപ്പ്, അസോൾട്ട്, അത്തരം കേസുകളിൽ പ്രത്യേകിച്ചും റേപ്പ് ഇപ്പൊ കറന്റ് ഒരു വലിയ കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണല്ലോ റേപ്പ്. അപ്പൊ അത്തരം കേസുകളിൽ കേരളത്തിലെ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. ഗൈനക്കോളജിസ്റ്റിന്റെ സേവനമാണ് പോലീസും കോടതികളും എടുക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഗൈനക്കോളജിസ്റ്റ് വളരെ ബിസി ഡോക്ടേഴ്സ് ആയതുകൊണ്ടും പരിശോധന ബിസി ആയിട്ടുള്ള കാഷ്വാലിറ്റിയിലാണ് നടക്കുന്നത്, ഒരു പ്രൈവസിയിലല്ല നടക്കുന്നത്. പലപ്പോഴും താമസം വരുന്നുണ്ട്. അവർക്ക് വേണ്ടത്ര ഈ റേപ്പ് വിക്ടിം, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റേപ്പ് കേസിൽ ആ റേപ്പ് വിക്ടിമിനെ ഒന്ന് കംഫർട്ട് ചെയ്യാനും അവരൊരു പ്രൈവസിയിൽ നോക്കാനും അത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ പറ്റുന്നില്ല. ആൻഡ് പലപ്പോഴും ഈ ഗൈനക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഒരു അപ്ഡേഷനും, അവർ ബേസിക്കലി ദേ ആർ പ്രാക്ടീസിങ് ഡോക്ടേഴ്സ്. അവരുടേതായ ഇഷ്ടംപോലെ ജോലികൾ അതിന്റെ ആ തിരക്കിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കേസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റേപ്പ് വിക്ടിം, ഒരു റേപ്പ് ട്രോമ സെന്റർ, അത്തരം മറ്റേ വെസ്റ്റേൺ കൺസെപ്റ്റ്സ്, അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ ഉള്ള ഫോറൻസിക് ഡോക്ടേഴ്സിനെ ഇത്തരം കാര്യങ്ങൾക്ക് അവരെ ഗവൺമെന്റ് അക്രഡിറ്റേഷൻ കൊടുത്ത് അവരുടെ ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്ത് അവർക്ക് ഒരു ടോക്കൺ, ഒരു പേയ്മെന്റ് കൊടുത്ത് അവരുടെ സേവനങ്ങളും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. യെസ്, സജയ് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഉദയഭാനു, പലപ്പോഴും സാക്ഷിമൊഴികളുടെ അഭാവമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. ഏത് രീതിയിലുള്ള ശാസ്ത്രീയ തെളിവുകൾ വന്നാലും സാക്ഷിമൊഴികളില്ലെങ്കിൽ വെറുതെ വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഫോറൻസിക് വിദഗ്ധൻ തന്നെ നമ്മളോട് പറഞ്ഞത്, ആളുകൾ കണ്ടവർ സാക്ഷി പറയാതെ വീട്ടിൽ പോയിരുന്നാൽ പോലീസിനോ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന നിസ്സഹായതയായിരുന്നു. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഈ കണ്ടവർ സാക്ഷി പറയുന്നുള്ളൂ എന്നുള്ളത് അതേപോലെ തന്നെ കാണാത്തവരെ പിടിച്ച് സാക്ഷി വെക്കുന്ന പോലീസും ഉണ്ട് നമ്മുടെ നാട്ടിൽ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കേസിൻ്റെ വസ്തുതയുമായി ബന്ധപ്പെടുത്തി വസ്തുത അറിയാവുന്നയാളെ കോടതിയിൽ എത്തിക്കുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബാധ്യതയാണ്, ചുമതലയാണ്. അത് അയാൾ നിറവേറ്റണം. അങ്ങനെ നിറവേറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെളിവുകൾ ഉണ്ടാകും. മാത്രമല്ല, ഒരു കേസന്വേഷണം നമ്മളിവിടെ താരതമ്യ പഠനം നടത്തേണ്ട മറ്റൊരു ഇതുണ്ട്. ഇതിൽ CBIയുടെ കേസുകളെല്ലാം വിജയമാണ്. CBIക്ക് ഒരു പ്രത്യേക ഗ്ലാമറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കേസുണ്ടായി തെളിയിക്കപ്പെടാതെ പോയ ഉടനെ CBI വിളിക്കൂ എന്ന രീതിയിൽ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? CBIക്ക് പ്രത്യേകിച്ച് ഒരു വേറെ യാതൊരു തരത്തിലുള്ള സ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നത് അത് അബദ്ധമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കേരള പോലീസിലെ ഉള്ള കഴിവുമായിട്ട് അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ ഇല്ല എന്നുള്ളതല്ല വസ്തുതാപരമായിട്ട് വേറെ കാര്യം. എന്നിരുന്നാൽ പോലും കേരള പോലീസിന്റെ മികവ് വെച്ച് നോക്കുമ്പോൾ CBIയുടെ പ്രത്യേകിച്ച് ഒരു മികവില്ല. പക്ഷേ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ അവർക്ക് ധാരാളമായിട്ടുണ്ട്. സമയം ഒരു വലിയ പ്രധാന ഘടകമാണ്. കേരള പോലീസ് ഒരു മാസം രജിസ്റ്റർ ചെയ്യുന്ന, ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന 100 കേസുകളാണ്. ഒരു CBI ഒരു വർഷം ആകെ അന്വേഷിക്കുന്നത് 2-3 കേസുകൾ മാത്രമാണ്. ഇവിടെയാണ് ഇതിന്റെ വ്യത്യാസം. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു അനുഭവം എടുത്ത് പരിശോധിച്ചാൽ സാധാരണ കൊലക്കേസുകളിലും രാഷ്ട്രീയ സ്വാധീനമോ മറ്റ് സമൂഹത്തിലെ ഉന്നതരുടെ സ്വാധീനമോ ഉള്ള കേസുകളിലും രണ്ടാണ് നമ്മുടെ അനുഭവം. അത് അങ്ങനെയൊക്കെ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മോണിറ്ററിംഗ് സംവിധാനം. അതൊരു കോടതി മുഖേനയോ അല്ലെങ്കിൽ ഒരു APPയുടെ സഹായം, നേരത്തെ മൊയ്തീൻ കുഞ്ഞ് സാറ് പറയുകയുണ്ടായി,
APPയുടെ സഹായം. പണ്ട് അഭിഭാഷക സംഘടനകൾ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചു. ഓരോ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഓഫീസിലും APPമാരെ അഭിഭാഷകരായിട്ടുള്ള APPമാരെ ആയിട്ട് ചുമതല ഏൽപ്പിച്ച് ഗ്രേവ് ക്രൈം, അത് ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ അവരുടെ ഒരു ഒപ്പീനിയൻ വാങ്ങി അവർ മോണിറ്റർ ചെയ്യുന്ന ലൈനിൽ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന്. എന്തുകൊണ്ടോ അത് പരിഗണിക്കപ്പെടാതെ പോയി. അത്തരം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ CBIക്ക് അതുണ്ട്, മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ ഒരു അഭിഭാഷകന്റെ ഒരു സാന്നിധ്യം, അഭിഭാഷകന്റെ സഹായം ഓരോ ഘട്ടത്തിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസ് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ കിട്ടിയ മെറ്റീരിയൽസ് കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതിന് മുൻപായി ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുകളെല്ലാം തന്നെ കൺവിക്ഷനിൽ എത്താൻ സാധ്യതയുണ്ട്. കൺവിക്ഷനിൽ എത്താതെ പോകുന്നത്, അതിൻ്റെ കുറ്റകൃത്യം ഒരു തെളിയിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള സാഹചര്യം വേണ്ടത്ര തെളിവുകൾ കോടതി മുമ്പാകെ എത്താത്തതുകൊണ്ടാണ്. വേണ്ടത്ര തെളിവുകൾ കോടതി മുമ്പാകെ എത്താതെ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാഗ്രതാപൂർണ്ണമായിട്ട് പെരുമാറാത്തതുകൊണ്ടാണ്. ജാഗ്രതാപൂർണ്ണമായിട്ട് ഉദ്യോഗസ്ഥൻ പെരുമാറാതെ പോകുന്നത് അവരെ മോണിറ്റർ ചെയ്യുന്ന, അവർക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ടാണ്. നിലവിലുള്ള സംവിധാനമാണെങ്കിൽ അത് പര്യാപ്തവുമല്ല. ഇപ്പോൾ ഒരു DYSPയോ സർക്കിൾ ഇൻസ്പെക്ടറോ നടത്തുന്ന അന്വേഷണം അതിന് മേലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണമെന്നും ആ പരിശോധന റിപ്പോർട്ട് പീരിയോഡിക്കലാക്കി വാങ്ങണമെന്നുള്ള അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ്, മുകളിലിരിക്കുന്നവരുടെ മോണിറ്ററിംഗ് സംവിധാനമില്ലായ്മ, മൊത്തത്തിലുള്ള സംവിധാനത്തിലെ ചില പാളിച്ചകൾ, ഇതെല്ലാം വിലയിരുത്തേണ്ടി വരും. വളരെ ശരിയാണ്. ഈ നമ്മുടെ അഡ്വൈസറി സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് ഇന്ത്യയിലുള്ളത്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും ചെയ്തില്ല, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ, ഇത് കളവാണ്, പോലീസ് പറയുന്നത് കളവാണ്. 313 സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രതിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നിരത്തിക്കഴിഞ്ഞ് പ്രതിയൊക്കെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രതി കയ്യും കെട്ടിയുന്നുണ്ട് ഞാൻ കുറ്റവാളിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അഡ്വൈസറി സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസിനകത്തുള്ളത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തെല്ലാം പ്രതി പറഞ്ഞാലും ശരി, എൻ്റെ തെളിവുകൾ, ഞാൻ നിരത്തി വച്ചിരിക്കുന്ന തെളിവുകൾ മതിയായതാണ്, പ്രോസിക്യൂഷൻ അത് കൈകാര്യം ചെയ്ത് ശരിയായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള റോ മെറ്റീരിയൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് കൊടുക്കേണ്ടത്. ആ ചുമതല പോലീസ് ശരിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് കോടതിയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് നമ്മുടെ APPമാരും പ്രോസിക്യൂഷൻ ഏജൻസിയുമായിട്ടുള്ള ഡിസ്കഷനും പോരായ്മകൾ പരിഹരിച്ച് ഇൻവെസ്റ്റിഗേഷനും ചാർജും പൂർത്തിയാക്കി കൊടുക്കുന്നതിന് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ സംവിധാനമാണ് നടന്നുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ APPമാരുടെ അപ്പോയിൻമെൻറ്റും ലോക്കൽ പോലീസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള സാഹചര്യം ഇന്നില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇൻഫ്ലുവൻസിന് വിധേയമായിട്ടാണ് ഇന്നത്തെ സംവിധാനം നടക്കുന്നത്. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഹൈക്കോടതി മുതൽ ലോവർ കോടതി വരെയുള്ള സ്റ്റേജുകളിലെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള ലീനിയൻസി നോക്കിയിട്ടാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ വസ്തുതകൾ കണക്കിലെടുത്ത് വേണം നമ്മൾ ഈ ഡിസ്കഷനിൽ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ. അഡ്വക്കേറ്റ് ദേവാനു, ആ രീതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് ഇവരെ നിയമിക്കുന്നത് തന്നെ. ഇതൊക്കെ തന്നെ ഇതിലെ പാളിച്ചയായി പലപ്പോഴും സ്വാധീനിക്കപ്പെടാറുണ്ട്. ഈ രാഷ്ട്രീയ താല്പര്യമുള്ള പ്രോസിക്യൂട്ടർമാരുടെ നിയമനം നടക്കുന്നത് ഹൈക്കോടതിയുടെ അപ്പലറ്റ് തലത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വിചാരണ തലത്തിലെല്ലാം തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാരെ ഇൻ്റർവ്യൂ നടത്തി അവരുടെ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാളിഫൈഡ് ആണ് എന്ന് ഉറപ്പുവരുത്തി അവർക്ക് കാലാകാലങ്ങളിലുള്ള ഒരു പീരിയോഡിക്കൽ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടാണ് അവരെ നിയമിക്കപ്പെടുന്നതും അവരുടെ ജോലികൾ തുടർന്നായിട്ട് നടത്തപ്പെടുന്നതും. അവിടെ ആ സംവിധാനത്തിന് വലിയ തകരാറുകളൊന്നുമില്ല. അതേസമയം ജില്ലാ ഗവൺമെൻറ് പ്ലീഡർമാരായിട്ട് നിയമിക്കുന്ന ആളുകളും ഹൈക്കോടതിയിലെ പ്ലീഡർമാരായിട്ട് നിയമിക്കുന്ന ആളുകളും രാഷ്ട്രീയമായിട്ടുള്ള ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു 50% ആണെങ്കിൽ മറ്റൊരു 50% വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. പിന്നെ
ഈ രാഷ്ട്രീയമായിട്ട് സ്വാധീനത്തിൽ വിധേയരായിട്ട് വരുന്ന പ്ലീഡർമാരാണെങ്കിൽ തന്നെയും നോക്കുകുത്തികളായിട്ട് അവർക്ക് കോടതിയിൽ നിൽക്കാനായിട്ട് കോടതികൾ സമ്മതിക്കുകയൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്ലീഡർ വേണ്ടത്ര ജാഗ്രതയോടെ ഒരു കേസ് നടത്തുന്നില്ലെങ്കിൽ കോടതി അഡ്വക്കേറ്റ് ജനറലിനെയോ അല്ലെങ്കിൽ ചുമതലയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെയോ വിളിച്ച് വരുത്തി ആ പ്ലീഡറെ മാറ്റിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഭവങ്ങളുണ്ട് എന്നും പൊതുവെ പറയപ്പെടാറുണ്ട് അഡ്വക്കേറ്റ് ഉദയഭാനു. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പോൾ വനം വകുപ്പിന്റെ ചില കേസുകളിൽ തോറ്റുകൊടുത്തു എന്ന രീതിയിലൊക്കെ അസംബ്ലിയിലും പുറമെയൊക്കെയുള്ള സംഭാഷണം നടന്നിട്ടുണ്ട്. പക്ഷേ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്ന കേസുകൾ എന്ന നിലയ്ക്ക് സമീപകാലത്തൊന്നും തന്നെ ആർക്കെതിരെയും അങ്ങനെ ഒരു ആക്ഷേപം വന്നതായിട്ടൊന്നും കേട്ടില്ല. ഇല്ല എന്നും നമ്മൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. ഇതൊരു കുറ്റമറ്റ സംവിധാനമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സുപ്രീം കോടതി ഒരു പുറപ്പെടുവിച്ച വിധിയെ ആയിട്ട് നമ്മൾ ഇതിനെ സ്വാഗതം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് വേണം ഇതിനെ നടപ്പാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ അതാത് സംസ്ഥാനത്തെ ഹോം സെക്രട്ടറിമാരെ ഇതിന്റെ ചുമതലക്കാരെന്ന നിലയിൽ നിശ്ചയിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെയോ പ്രോസിക്യൂട്ടർക്കെതിരെയോ നടപടി എടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത അന്വേഷണത്തിൽ കാണിക്കുവാനോ ആ ജാഗ്രത അന്വേഷണത്തിൽ കാണിക്കുന്ന തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ഇതാണ് പ്രശ്നം. ശ്രീ കുഞ്ഞുമൊയ്തീൻ, ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സംവിധാനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം എന്നാണ് അഡ്വക്കേറ്റിന്റെ ഒരു വാദം. മറ്റൊന്ന്, എല്ലാവരും ഇത്തരം സ്വാധീനത്തിന് വിധേയരാകുന്നില്ല എന്നും അദ്ദേഹം തുടക്കം മുതലേ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്ന് വരുന്നത് എത്രമാത്രം ഗുണം ചെയ്യും, അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയും? ഞാൻ അഡ്വക്കേറ്റിൻ്റെ സുഹൃത്ത് ഉദയഭാനു പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു മജിസ്ട്രേറ്റും ആരെങ്കിലും ആളുകൾ അതുമായിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ആ പറഞ്ഞ പ്രോസിക്യൂട്ടർ ചെയ്ത് ശരിയായില്ല, APP പോരാ എന്ന് പറയാറില്ല. സെഷൻസ് ജഡ്ജിമാർ അവർ ഈ APPമാരെ നിശ്ചയിക്കുന്നത് തന്നെ കലക്ടറും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും ഡിസ്ട്രിക്ട് SP കൂടെയുള്ള ഒരു കമ്മിറ്റിയാണ് ചെയ്യുന്നത്. ഈ കലക്ടറും ഈ SP ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ അതിൻ്റെ ശുപാർശയ്ക്ക് അതീതരല്ല ശുപാർശയ്ക്ക് വിധേയരല്ല എന്ന് പറയാൻ ഞാൻ യോജിക്കുന്നില്ല. APPമാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കമ്മിറ്റികളിൽ ഞാനും ഇരുന്നിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്ട് SP എന്നുള്ള ചുമതലയിൽ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ സമ്മർദ്ദം APPമാർക്ക് വേണ്ടി രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുന്ന APPമാർ എങ്ങനെ കോടതിയിൽ പെരുമാറും എന്നുള്ളതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്ത് ഉദയഭാനു പറഞ്ഞത് ശരിയാണ്. ജില്ലാ ജഡ്ജിമാർ അവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അവിടെ കുറച്ചുകൂടെ ശുഷ്കാന്തി കാണിക്കും. ഗവൺമെൻറ് പ്ലീഡറോ പബ്ലിക് പ്രോസിക്യൂട്ടറോ ചെയ്യുന്നത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള ജുഡീഷ്യൽ ഓഫീസർമാർ കമ്മിറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ കാലത്തെ വന്ന് 10-30 പറ്റി കേസും ഒരു 10-35 CC കേസും വിളിച്ചു വരുത്തി അതിനകത്ത് വിസ്താരം നടക്കുന്ന അഡ്വക്കേറ്റ് ഉദയഭാനു, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോടുള്ള മറുപടി എന്നതിലുപരി ഒരു സംവിധാനത്തിന്റെ മൊത്തം സാമൂഹ്യ സംവിധാനത്തിന്റെ മൊത്തം പാളിച്ചകൾ പല അന്വേഷണങ്ങളെയും ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ബലാത്സംഗ കേസുകളിലാണ് പലപ്പോഴും വെറുതെ വിടപ്പെടാറുള്ളത്. ഇതിൽ പുരുഷ മേധാവിത്വപരമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും അന്വേഷണത്തെയും വിധികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ലിംഗം, വർണ്ണം തുടങ്ങിയ പ്രശ്നങ്ങൾ, ജാതി തുടങ്ങിയ പ്രശ്നങ്ങൾ എത്രമാത്രം ഇത്തരം കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാതെ പോയി. പക്ഷേ പലപ്പോഴും ബലാത്സംഗ കേസുകളിൽ, സ്ത്രീപീഡന കേസുകളിൽ, പെൺവാണിഭ കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? നേരത്തെ ഞാൻ ഇത് ചോദിച്ചു, അതൊന്നുകൂടി ആവർത്തിക്കുന്നു വളരെ പെട്ടെന്ന്. ബലാത്സംഗ കേസുകളിൽ വെറുതെ വിട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ഒന്ന്, പെൺകുട്ടി അതിന് മൊഴി പറയുന്നത് ജാഗ്രതയോടുകൂടിയാണോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ സംഭവങ്ങൾ ഓർത്ത് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയണം. സംഭവങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധം വേണം. സംഭവങ്ങൾ ജെനുവിനായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി.
ഇത് ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരു ബലാത്സംഗ കേസ് ചമയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ സമീപകാലത്ത് അങ്കമാലിയിൽ നിന്നുണ്ടായിരുന്ന കേസിലെ സുപ്രീം കോടതി വിധി പറഞ്ഞത്, പക്ഷേ അഡ്വക്കേറ്റ് ഉദയഭാനു അത് സമ്മതിക്കാനാവില്ല. കാരണം കേരളത്തിൽ നടന്ന പല സംഭവങ്ങളിലും അങ്ങനെയല്ല. നമ്മുടെ ഉദാഹരണം സൂര്യനെല്ലിയിലും വിതുരയിലും ഉൾപ്പെടെയുള്ള കേസുകളിൽ അങ്ങനെയല്ല അനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് അത് എടുത്തു ചോദിക്കേണ്ടി വന്നത്. വിതുരയിലുണ്ടായ സംഭവം പറയും. വിതുരയിലെ പ്രോസിക്യൂട്ടർ അത്ര വിശദമായി പോകുന്നതല്ല, ക്ഷമിക്കുക. ഞാൻ വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ പറയാം. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടായി. സ്വന്തമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടായപ്പോഴേക്കും അതിൻ്റെ ഗതകാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ പൂർണ്ണമായിട്ടും മറക്കേണ്ടത് രീതിയിലുള്ള സ്വസ്ഥമായ കുടുംബജീവിതത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അപ്പോഴും ഒരു സമൂഹത്തിന്റെ ആകെ പുരുഷ മേധാവിത്വപരമായ സമീപനമാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റമാണ് ഇതിന്റെ പ്രശ്നമായി എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് താങ്കൾ വാദിക്കുന്നത്. അങ്ങനെ നൈതികമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം നമ്മളിതിനെ കാണുന്നതിന് അർത്ഥമില്ല. നമ്മളതിൻ്റെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു ശരി എവിടെയാണ്. അതുകൊണ്ട് ഇതൊരു പുരുഷ മേധാവിത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിച്ചിരുന്നാൽ തെളിയിക്കപ്പെടാമായിരുന്നു എന്നുള്ളതൊന്നുമില്ല. സമയപരിമിതി ഇടപെടുന്നു അഡ്വക്കേറ്റ് ഉദയഭാനു. ഒപ്പം ശ്രീ കുഞ്ഞുമൊയ്തീൻകുട്ടി, ശ്രീ ഡോക്ടർ PS സഞ്ജയ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.